ഡേ ഫോർ വയനാട് എന്ന ന്യൂസ് 18 കേരളത്തിന്റെ ഈ ഉദ്യമത്തിൽ പങ്കാളികളാകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടേറെ പ്രേക്ഷകർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സജിത് ആക്കോളം നട്ടുണ്ട്. യെസ്, സുൽഫത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുൽഫത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കർണാടകയിലെ റായ്ചൂർ ജില്ലയിൽ ഒരു പ്രൈമറി സ്കൂൾ നടത്തുകയാണ്. യെസ്, ഞാൻ ഇപ്പോൾ വയനാട്ടിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ മാതാവോ പിതാവോ നഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള 2 പെൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്പോൺസർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. തീർച്ചയായിട്ടും ഈ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ്. ഓരോരുത്തരും പല മേഖലകളിലായി നമുക്ക് കഴിയുന്ന സഹായം നൽകുക എന്നതാണ് എല്ലാവരും ലക്ഷ്യം. എന്തായാലും സുൽഫത്തിന്റെ ആ നല്ല മനസ്സിന് നന്ദി അറിയിക്കുന്നു. എന്തായാലും സുൽഫത്ത് വയനാടിന്റെ ദുരന്തം നേരിട്ട് ബോധ്യപ്പെട്ടതാണല്ലോ അല്ലേ? കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ? അതെ അതെ, TV ചാനലുകളിലൂടെ നമ്മൾ കാര്യങ്ങളെല്ലാം കണ്ടു. ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സ് തകർക്കുന്ന സംഭവങ്ങളല്ലേ. നമ്മൾക്ക് അല്പം മനുഷ്യത്വമുള്ളവർക്ക്, സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള മനുഷ്യർക്കൊന്നും കണ്ണടച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. 2018 നമ്മുടെ പ്രളയം നടന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂർ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. അന്ന് ഞങ്ങൾ കുറെ പേര് ചേർന്ന് സഹായിച്ചിരുന്നു. ഇപ്പോൾ എൻ്റെ ഇവിടുത്തെ പേരൻസിൽ 90% കർഷകരാണ്. വളരെ ബാക്ക്വേർഡായിട്ടുള്ള ഡിസ്ട്രിക്റ്റാണ് റായ്ചൂർ. പക്ഷേ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ഫണ്ട് റൈസിങ് നടത്തിയിരുന്നു. എൻ്റെ പേരൻസൊക്കെ വളരെ നന്നായിട്ട് സഹകരിച്ചു. അത് നമ്മൾ ചീഫ് മിനിസ്റ്ററിന്റെ റിലീഫ് ഫണ്ടിലേക്ക് ഓൾറെഡി ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇതാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ, അവിടെയുള്ള പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ അവിടെയുള്ള ഏതെങ്കിലും 2 പെൺകുട്ടികളുടെ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ, അവർ ഏത് ലെവൽ വരെ പഠിക്കാൻ ആഗ്രഹിക്കുന്നു ആ ലെവൽ വരെ അവരെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, ഈ വിവരം എന്തായാലും അതിന് ചില നടപടിക്രമങ്ങൾ ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. നല്ല മനസ്സിന് നന്ദി സുൽഫത്ത്. എന്തായാലും കർണാടകത്തിലാണ് താങ്കൾ താമസിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇപ്പോൾ നാട്ടിലെ ഈ ഒരു വലിയ ദുരന്തം, അതിന്റെ ഒരു ഭാരം എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ താങ്കൾക്ക് സാധിച്ചു. ഇത് ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. സുൽഫത്തിന് നന്ദി, ഇങ്ങനെ ഒരു ഉദ്യമത്തിൽ പങ്കെടുക്കാൻ തയ്യാറായതിന്. എന്തായാലും വിദേശത്തും സ്വദേശത്തും ഇരുന്നു കൊണ്ട് നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് കൈത്താങ്ങാവാൻ കാണിക്കുന്ന മനസ്സിന് നന്ദി പറഞ്ഞേ പറ്റുകയുള്ളൂ. എന്തായാലും അത്തരം ആൾക്കാരെ ഏകോപിപ്പിച്ച് സർക്കാർ സംവിധാനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം. അതാണ് ഞങ്ങൾ ഇത്തരം ഒരു ഉദ്യമങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന് സന്തോഷമുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രീതിയിലുള്ള സഹകരണം എന്ന് പറയുന്നത്. സുൽഫത്തിന്റെ ആ ഫോൺ കോൾ തന്നെ എത്രമാത്രം പ്രചോദനമാണ് ഇത്തരം ഒരു ക്യാമ്പയിന്. അതുപോലെ